ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രം ദ ബേസിക് ടു അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നറിയണ്ടേ? മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ് എന്ത് MS എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ MS എക്സൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ it helps organize data in rows and columns. ഈ എക്സൽ ഒരു ടാബുലർ ഫോർമാറ്റിലുള്ള ഒരു റോസിന്റെയും കോളംസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് എക്സലിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഇത് മെയിൻ ആയിട്ടും നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കും പ്രൊഫഷണലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ MS എക്സൽ എന്ന് പറയുന്ന ഒരു ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. വൈ യൂസ് എക്സൽ? ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സലിൽ ചെയ്യാൻ പറ്റും. ഡേറ്റയെ ഈസി ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാം. ഡേറ്റ അനാലിസിസ് ഫങ്ഷൻസ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്, സേവ് ടൈം ആൻഡ് റെഡ്യൂസസ് എറേഴ്സ് കുറച്ച് നമുക്ക് ടൈം കുറഞ്ഞ രീതിയിൽ നമുക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഇൻഡസ്ട്രീസിലും എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് എക്സലിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, കോളംസ് കാണാം, ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോളംസ് കാണാം, റോസ് കാണാം അല്ലെ, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോസ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് കുറെ ടാബുകൾ കാണാം അല്ലെ, ഹോം ടാബ്, ഇൻസേർട്ട്, ഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെയാണ് നമ്മൾ റിബൺ എന്ന് വിളിക്കുന്നത്. ഈ ഇത്രയും പോർഷൻ നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മൊത്തത്തിലാണ് ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇത് വർക്ക് ബുക്കിൽ ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് കുറെ ഷീറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇത് ഒരു ഷീറ്റിനെയാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഒറ്റ ഷീറ്റിനെയാണ് ഒരു വർക്ക് ഷീറ്റ് എന്ന് പറയാം. അങ്ങനത്തെ കുറെ വർക്ക് ഷീറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മളൊരു സെൽ എന്ന് പറയുന്നത്. ഒരു സെൽ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇങ്ങനെ കുറച്ച് സെൽസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനെയാണ് റേഞ്ചസ് എന്ന് പറയാം, റേഞ്ച് എന്ന് പറയാം. അത് ബേസിക് ടേംസ് എന്ന് പറയുന്നത് വർക്ക് ഷീറ്റ്, വർക്ക് ബുക്ക്, റിബൺ, സെൽ, റേഞ്ച്, കോളം, റോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഈച്ച് ഷീറ്റ് ഇൻസൈഡ് ദ വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്കിലുള്ള ഓരോ ഷീറ്റിനെയും വർക്ക് ഷീറ്റ് എന്നാണ് പറയുക. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എൻറ്റയർ ഫയലിനെ കുറെ ഷീറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വർക്ക് ബുക്ക് ഉണ്ടാവുക. പിന്നെ റിബൺ എന്ന് പറയുന്നത് ടോപ്പ് ടൂൾ ബാർ വിത്ത് ടാബ് ഉള്ള ഈ പോർഷനാണ്. നമ്മൾ നേരത്തെ കാണിച്ച മേലുള്ള പോർഷനാണ് എന്ത് റിബൺ എന്ന് പറയുന്നത്, ടോപ്പ് ടൂൾ ബാർ. അടുത്തത് സെല്ല് ഒരു സിംഗിൾ ബോക്സ് വെർ യു എൻ്റർ ഡാറ്റ. അവിടെയാണ് നമ്മൾ സെല്ലിലാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് റേഞ്ച്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ സെക്ഷനും റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സെക്ഷനും ആയിരിക്കും. അടുത്തത് ഡേറ്റ ടൈപ്സ് ഇൻ എക്സൽ. എക്സലിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പ് ഡാറ്റയിൽ നമുക്ക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഫോർമുലാസ്, ലോജിക്കൽ വാല്യൂസ്, ഇതൊക്കെ എന്താണ് ഡാറ്റ ടൈപ്സ് ഇൻ എക്സൽ ആണ്. ഓക്കെ, അടുത്തത്